അരുൺ മാതേഷിൻ്റെ ഫിലിമോഗ്രഫിയെക്കുറിച്ച് പറഞ്ഞാൽ വയലൻസ് 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 എഗെയിൻ വയലൻസ്. വയലൻസ് എങ്ങനെ സിനിമാറ്റിക്കായിട്ട് ഉപയോഗിക്കണമെന്നറിയാവുന്ന വളരെ ചുരുക്കം ചില ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് അരുൺ മാതേശ്വർ. ഇതുവരെയുള്ള ആളുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് DC അഥവാ ദേവദാസ് ചന്ദ്ര. ദേവദാസിനെ അടിസ്ഥാനമാക്കി പല ഇന്ത്യൻ സിനിമകളും വന്നിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് ഒരു വയലൻറ്റ് വേർഷൻ ഓഫ് ലവ് സ്റ്റോറി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ ഹുക്ക് പോയിന്റുകളിലൊന്ന് ലോകേഷ് കനകരാജാണ് നായകൻ എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ ലോകേഷ് കനകരാജൻ നായകൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് പറഞ്ഞിട്ടുള്ള പണി ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ പല ആളുകളിൽ ഒരാളാണ് ഞാനും. ബട്ട് സിനിമ കണ്ട ശേഷം ലോകേഷ് കനകരാജൻ എന്ന ആക്ടർ സർപ്രൈസിംഗ്ലി കൺവിൻസിംഗ് ആയിരുന്നു. ഡയലോഗ് ഡെലിവറിയിലെ എക്സ്പ്രഷൻസിനേക്കാൾ അപ്പുറം അങ്ങേരുടെ ബോഡി ലാംഗ്വേജ് എന്നെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തു. ഭയങ്കര രസത്തിൽ ആൾ ചെയ്തു വെച്ചിട്ടുണ്ടത്. ആളുടെ പെർഫോമൻസ് കൂടെ തന്നെ നമുക്ക് ദേവദാസ് എന്ന കഥാപാത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ബട്ട് സിനിമയുടെ സ്ട്രോങ് പോയിന്റ് ഇപ്പോഴും അരുൺ മാതേഷിൻ്റെ ഫിലിം മേക്കിംഗ് തന്നെയാണ്. ആളുടെ പഴയ സിനിമകൾ പോലെ തന്നെ വയലൻസിനെ വെറുതെ ഒരു മാസ് കാണിക്കാനുള്ള ടൂളായിട്ടല്ല, ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ജീവിതത്തിനെയും അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിനെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് പടത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി, ഗൺ സെൻസ്, സ്റ്റേജിങ് എല്ലാം ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. രണ്ട് പ്രധാനപ്പെട്ട ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ഒന്ന് ബാർ സിംഗറായിട്ടുള്ള പാർവതി, രണ്ട് ഫോഴ്സ്ഫുള്ളി സെക്സ് വർക്കർ ആവേണ്ടി വന്ന ചന്ദ്ര. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പൊതുവെ വൾഗറായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഒരൊറ്റ ഷോട്ട് പോലും വൾഗാരിറ്റിയിലേക്ക് പോകുന്നില്ല. ആൻഡ് വാമിക ഗപ്പി, വാമികയുടെ പെർഫോമൻസ് എടുത്തു പറയുന്നത് സിനിമയുടെ ഇമോഷണൽ സൈഡ് സ്ട്രോങ് ആക്കാൻ തന്നെ വാമികയുടെ ക്യാരക്ടറാണ്. അത് നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നൊരു സീനുണ്ട്. ആ സമയത്ത് അവരുടെ സ്ക്രീൻ പ്രസൻസ് അന്യായി വരുന്നു. ഇവരെ പോലെ തന്നെ സപ്പോർട്ടിംഗ് കാസ്റ്റായിട്ട് വന്നിട്ടുള്ള എല്ലാവരും നല്ല നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ സിനിമാറ്റോഗ്രാഫി, സിനിമയുടെ വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ സിനിമാറ്റോഗ്രാഫിയിലാണെന്ന് വേണേൽ പറയാം. ഒരു ഡാർക്ക് ഗ്രിറ്റി വിഷ്വൽ സ്റ്റൈല്, അതേപോലെ ആക്ഷൻ സീൻസിൻ്റെയൊക്കെ ഫ്രെയിമുകൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. അരുൺ മാതേഷിൻ്റെ സിനിമകളിൽ സ്ഥിരം കാണുന്ന കുറച്ച് വൈറ്റ് ഷോട്ടുകളുണ്ട്. കാണാൻ തന്നെ ഭയങ്കര റിച്ച് ഫീലാണ്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു ഷോട്ടായിരുന്നു ക്ലൈമാക്സിൽ ഒരു റീഇൻട്രോ സീനുണ്ട്. ആ സീനിൻ്റെ ഫ്രെയിമുകൾ കിടിലനായിരുന്നു. പിന്നെ സിനിമയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എലമെൻറ്റ് മ്യൂസിക് ബൈ അനിരുദ്ധ്. അങ്ങേനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആളിൻ്റെ സിനിമയാണെങ്കിൽ ആൾ കത്തിച്ചിരിക്കും. പടത്തിൻ്റെ മൂഡ് അങ്ങനെ നിലനിന്ന് പോകുന്നതിന് മ്യൂസിക്കിനുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതായിരുന്നു. അതേപോലെ തന്നെ ചില നോർമൽ സീനുകളാണെന്ന് തോന്നുന്ന സീനുകൾ പോലും മ്യൂസിക് കാരണം അങ്ങനെ ചുമ്മാ പീക്ക് ഫീൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അരുൺ മാതേഷിൻ്റെ ബാക്കി സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ ടച്ച് കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് DC. അതിൻ്റെ പ്രധാന കാരണം അനിരുദ്ധ് തന്നെ. അഫ്കോഴ്സ് സിനിമയ്ക്ക് പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ് ഉണ്ട്. കുറേ കാലമായിട്ട് കണ്ടുവരുന്നൊരു സ്ഥിരം പ്ലോട്ട് തന്നെയാണ്. പല സീക്വൻസുകളും ഭയങ്കര പ്രഡിക്റ്റബിളാണ്. കുറേ ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ബട്ട് സ്റ്റിൽ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. ഞാൻ വീണ്ടും വരാം മറ്റൊരു സിനിമയായിട്ട്. അൻറ്റിൽ ദെൻ കീപ് വാച്ചിങ് ഗുഡ് സിനിമ.